ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനായി, ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. ദൈവകരങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്താൽ നാം ഓരോരുത്തരും നിറയപ്പെടുവാനായിട്ട്, ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന വിശുദ്ധീകരണത്തെ സ്വന്തമാക്കുവാനായിട്ട്. ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയാണ്, എപ്രകാരമാണ് വിശുദ്ധിയുടെ നിറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വചനം കേൾക്കാനായി നമ്മെ തന്നെ ഒരുക്കാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 15 മുതൽ. അവർ ജെറൂസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു. എൻ്റെ ഭവനം എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കച്ചവടക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനത്തെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവൻ നഗരത്തിന് വെളിയിലേക്ക് പോയി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുവചന വായനയിൽ നാം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയുണ്ടായി. ഈശോനാഥൻ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ഈ ദേവാലയത്തെ അവൻ ശുദ്ധീകരിക്കുമ്പോൾ 3 കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മളവിടെ കാണുകയാണ്. ഒന്നാമതായിട്ട്, നാണയമാറ്റക്കാരുടെ മേശകൾ അവൻ തട്ടിമറിച്ചിട്ടു. അവിടെ പ്രാവ് വിൽപ്പന നടത്തുന്നവരെ അവൻ പുറത്താക്കി. ദേവാലയത്തിലൂടെ പാത്രം ചുമന്നുകൊണ്ട് പോകാനായിട്ട് അവൻ ആരെയും അനുവദിച്ചില്ല. പ്രിയമുള്ളവരെ, ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയം. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് എൻ്റെ ആലയത്തെ വിളിക്കപ്പെടണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നതാണ്. വീണ്ടും നമ്മളൊന്ന് നോക്കിയാൽ ഈ ദേവാലയം നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കൂടിയാണ്. ഹൃദയമാകുന്ന ദേവാലയത്തെ അനുനിമിഷം വിശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട്, നമ്മുടെയൊക്കെ ദേവാലയങ്ങളെ അനുനിമിഷം പരിശുദ്ധമായിട്ട് കാത്തുപരിപാലിക്കാനായിട്ട്, ദൈവികതയുടെ ശക്തിയാൽ, ദൈവികതയുടെ അഭിഷേകത്താൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും സാധ്യമാകണം. പ്രിയമുള്ളവരെ, നാണയമാറ്റക്കാരുടെ മേശകൾ അവൻ തട്ടിമറിച്ചിട്ടു. എന്താണ് നാണയമാറ്റം എന്ന് പറയുന്നത്? ഭൗതികമായ സമ്പത്തിനാൽ നിറയപ്പെടാനായിട്ട് ദേവാലയത്തെ ഒരു കച്ചവട ഇടമാക്കി എനിക്ക് ലാഭം കൊയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ സമ്പത്തിൻ്റെ പിന്നാലെ
പരക്കം പാഞ്ഞുകൊണ്ട് സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് പല വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ സമ്പത്തിൻ്റെ പിന്നാലെ പരക്കം പായുന്നത് കൊണ്ട് ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുകയാണ്, എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുവിൻ. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്, ദൈവികമായ കാര്യങ്ങളിൽ ആയിരിക്കുമ്പോൾ അറിയാതെ തിന്മയുടെ ഭാവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നമ്മളെ ഓരോരുത്തരെയും വേട്ടയാടുകയും ചെയ്യുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. വീണ്ടും നോക്കിക്കേ, യേശുവിൻ്റെ ജീവിതത്തിൽ 3-ാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തുള്ള സകല സൗഭാഗ്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് പിശാച് യേശുവിനോട് പറയുകയാണ്, നീ എൻ്റെ കാൽക്കൽ വീണ് ആരാധിച്ചാൽ ഞാൻ നിനക്ക് ഇതെല്ലാം തരാം. ഈശോ പറയുകയാണ്, സാത്താനെ ദൂരെ പോവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ സമ്പത്തിന്റെ പ്രലോഭനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ആളുകളോട് പറയാറുണ്ട്, ഭവനത്തിലെ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ട് സമ്പത്തിൻ്റെ പിന്നാലെ ഓടുന്ന അവസ്ഥ, ഞായറാഴ്ച ആചരണത്തെ മുടക്കിയിട്ട് സമ്പത്തിൻ്റെ പിന്നാലെ ഓടുന്ന അവസ്ഥകൾ ചില വ്യക്തികളൊക്കെ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുകയാണ്. ഞായറാഴ്ച ജോലിയുണ്ട്, ഞായറാഴ്ച കച്ചവടമുണ്ട്, ഞായറാഴ്ച ബിസിനസ് പ്രവർത്തനങ്ങളുണ്ട്, അതുകൊണ്ട് അച്ഛാ പള്ളിയിൽ പോകാനായിട്ട് സമയം കിട്ടിയില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈശ്വനാഥൻ നമ്മളോട് ചോദിക്കുകയാണ്, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്തു പ്രയോജനം? ജീവിതത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ഈ സമ്പത്തിൻ്റെ നാണയത്തിൻ്റെ പിന്നാലെ ഓടുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈ സമ്പത്തിൻ്റെ പിന്നാലെ ഓടിയവരാരും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നില്ല. അതിസമ്പന്നരെയൊക്കെ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ അതിസമ്പന്നർ പലരും അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു കാര്യം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവന മാനദണ്ഡങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു മടിയും കൂടാതെ വാരിക്കോരി കൊടുക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭവനത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളുമാണ്. എൻ്റെ ഭവനത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളുമാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരല്പം പണം, അല്പം സമ്പത്ത് നിങ്ങൾ അപരൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്ക്. അപരൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വ്യയം ചെയ്യാനായിട്ട് ജീവിതത്തിൽ തയ്യാറാക്കുക. ഈ സഹോദരി എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്? ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വിശക്കുന്നവർക്ക് കൊടുക്കുക. നിങ്ങൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് നിങ്ങൾ വിശക്കുന്നവർക്ക് കൊടുക്കുക. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഒരാഴ്ചയ്ക്ക് ശേഷം ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, എൻ്റെ മനസ്സിൽ ഒത്തിരി സംതൃപ്തി ഉണ്ടായ സമയമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറിയെന്നില്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും പേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വിളമ്പി കൊടുത്തു കഴിഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ കയറി വന്ന് ഇവിടെ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലച്ച എന്തെന്നില്ലാത്തൊരാശ്വാസവും സമാധാനവും എനിക്ക് അനുഭവിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമായി. വീണ്ടും വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്, പ്രാവ് വിൽപ്പന നടത്തുന്നവര് ദേവാലയത്തിൽ കാഴ്ചവെക്കാനായിട്ട് ഉള്ള വസ്തുവകകളുടെ കച്ചവടം നടക്കുകയാണ്. അവിടെയും ഒരു കച്ചവട മനോഭാവത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്, അല്ലാതെ ദേവാലയത്തിൽ കാഴ്ച കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നന്മയല്ല നമ്മളവിടെ കാണുന്നത്. പലപ്പോഴും കച്ചവട മനോഭാവങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, തമ്പുരാന് ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക്
ഒരു മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകണം, എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടെ ജീവിക്കുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നോക്കണം. രണ്ടാമതായിട്ട്, ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, എനിക്ക് ഈ അനുഗ്രഹം വേണം. ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി, എൻ്റെ ജീവിതത്തിൽ നാളെ ഇത് സംഭവിക്കണം. അങ്ങനെയുള്ള ദുർവാശികളുമായിട്ട് ജീവിതത്തിൽ ആയിരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറാനായിട്ട്, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട്, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കണം പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും, അവന് മാത്രമായിട്ട് എൻ്റെ ജീവിതത്തെ കൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. സക്കറിയായുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാം വാക്യം പറയുന്നു, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. ഞാൻ അതിൻ്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? ആബേലിനെയും കായേലിനെയും ഒന്ന് നോക്കിക്കേ. ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു, കായേൻ്റെ ബലി അവിടുന്ന് സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാണ് കായേൻ്റെ ബലി സ്വീകരിക്കാത്തത്? അവൻ്റെ മനസ്സാ കാരണം. അവൻ്റെ മനസ്സാ കാരണം. ഏതു മനസ്സോടെ, ഏതുദ്ദേശത്തോടു കൂടെയാണ് അവൻ ദൈവസന്നിധിയിൽ ആയിരുന്നത്? പ്രിയമുള്ളവരെ, വിധവയുടെ കൊച്ചുകാശ് നോക്കിക്കേ. അവൾക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ അവൾ ആ നേർച്ചപ്പെട്ടയിൽ നിക്ഷേപിക്കുക. ഈശോനാഥൻ പറയുകയാണ്, മറ്റാരേക്കാൾ കൂടുതലായിട്ട് ഈ വിധവ ദൈവത്തിന് നൽകിയിരുന്നു. കാരണം അവൾക്ക് ഉപജീവനത്തിനുണ്ടായിരുന്ന വക മുഴുവൻ അവൾ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും നാം ഒന്ന് നോക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്രകാരത്തിൽ ആയിരിക്കുന്നു? മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ദേവാലയത്തിൽ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നവര്. ദേവാലയത്തിൻ്റെ ഉള്ളിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നവര്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് നോക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഇടത്തെയും പ്രാർത്ഥനയുടെ സമയത്തെയും വിശുദ്ധമാക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഇടത്തെയും പ്രാർത്ഥനയുടെ സമയത്തെയും വിശുദ്ധമാക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ പോകാനായിട്ട് ഇടയായി. ആ ഭവനത്തിലായിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു 6:45 കൂടി ആ ഭവനത്തിൽ ചെന്നു. 7 മണിക്ക് ആ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഞങ്ങൾ 2 വൈദികരുണ്ട്. പ്രാർത്ഥന തുടങ്ങി. ഏകദേശം വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫോൺ ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോൾ ആ ഭവനത്തിലെ മകള് ആ ഫോൺ എടുത്തുകൊണ്ട് 2-ാം നിലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. ആ ഫോൺ എടുത്തുകൊണ്ട് 2-ാം നിലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയും അടക്കി പിടിച്ചുള്ള സംസാരങ്ങൾ കേൾക്കുകയും ചെയ്യുകയാണ്. ഏകദേശം ലുത്തിനിയുടെ സമയമായപ്പോൾ ഈ മകള് തിരിച്ചു വന്ന് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവിടെ വന്നിരുന്ന് പ്രാർത്ഥനയിൽ കൂടി. ഞാൻ ആ ജപമാല നടക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അച്ഛന് പല വിചാരത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ആ ജപമാലയുടെ സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ആ കുട്ടി ഈ സമയത്ത് ഈ ഫോണും എടുത്തുകൊണ്ട് പോയി അവൾ ഇപ്രകാരം സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവളുടെ മാതാപിതാക്കന്മാർ
അവളെ ഒന്ന് വിളിക്കാനായിട്ട് തുനിയാത്തത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തകൾ കടന്നുപോയി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷവും ഞാൻ ശ്രദ്ധിച്ചു, നീ എന്ത് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ നീ എപ്രകാരത്തിൽ ആയിരിക്കേണ്ട വ്യക്തിയാണ് എന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾ ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇവരുടെ മാതാപിതാക്കളുമായിട്ട് വീണ്ടും ഒന്ന് സംസാരിക്കാൻ ഇടയായപ്പോൾ ഞാൻ ചോദിച്ചു, മകൾ എല്ലാ ദിവസവും ഇങ്ങനെയാണോ? മകൾ എല്ലാ ദിവസവും ഇങ്ങനെയാണോ? അപ്പോൾ എന്നോട് മാതാപിതാക്കൾ പറഞ്ഞു, ഫോൺ വന്നു കഴിഞ്ഞാൽ അച്ഛാ അവൾ എഴുന്നേറ്റ് പോകും. ആദ്യമൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയാറില്ല. എന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് ഒത്തിരി വിഷമം തോന്നിയ ഒന്നാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ആ മാതാപിതാക്കളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് തങ്ങളുടെ മകളെ തിരുത്താനായിട്ട്, തങ്ങളുടെ മകളെ ശാസിക്കാനും അവയിൽ നിന്ന് ആ ഒരു തിന്മയുടെ ഭാവത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വം ആ മാതാപിതാക്കൾക്കുണ്ട്. പക്ഷേ അവരെന്താ ചെയ്യുന്നത്? 2-3 പ്രാവശ്യം പറഞ്ഞു, അനുസരിക്കുന്നില്ല. എന്നാൽ പോയ വഴിക്ക് പോകട്ടെ എന്ന മനോഭാവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ തിന്മ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നു. പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വീണ്ടും ഈ ഭവനത്തിൽ പോകാനായിട്ട് എനിക്കിടയായി. കാരണം ഈ മകള് പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ ഭവനത്തിൽ പോകേണ്ട ഒരവസരമുണ്ടായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, മോളെ, നീ പ്രാർത്ഥനയിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും വചനപാരായണത്തിൽ നിന്നുമൊക്കെ നീ മാറി നിന്നപ്പോൾ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? തിന്മ കയറി ആവസിച്ചു. ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിച്ചു. മോളെ, ആരാണ് നിന്നെ എല്ലാ ദിവസവും ഈ സമയത്ത് വിളിക്കുന്നത്? ആരാണ് മോളെ നിന്നെ എല്ലാ ദിവസവും ഈ സമയത്ത് വിളിക്കുന്നത്? എന്നോട് ഈ കുട്ടി പറയുകയുണ്ടായി, അവളുടെ ഫ്രണ്ട്സാണ് വിളിക്കുന്നത്. മിക്കവാറും 7 മണി കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് കോൾ വിളിക്കും. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്. ഇപ്പോൾ ഞങ്ങൾ പല കോളേജുകളിലാണ് പഠിക്കുന്നത്. ഗ്രൂപ്പ് കോൾ വിളിക്കും. അവർ പലരും ഹോസ്റ്റലുകളിലൊക്കെയാണ്. ഗ്രൂപ്പ് കോൾ വിളിക്കും. ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അന്നത്തെ വിശേഷങ്ങളൊക്കെ പരസ്പരം പറയും. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോളെ, നീ ഒന്ന് ചിന്തിച്ചു നോക്കണം, നീ ഒന്ന് പരിശോധിച്ചു നോക്കണം, നിന്റെ കൂടെയുള്ള എത്ര കത്തോലിക്ക കുട്ടികൾ ഇപ്രകാരത്തിൽ ആയിരിക്കുന്നു. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു വലിയ വിപത്ത് മാതാപിതാക്കന്മാരെ ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്ര കത്തോലിക്ക പെൺകുട്ടികളുണ്ട് ഈ ഗ്രൂപ്പ് കോൾ വിളിക്കുന്നതിൻ്റെ അകത്ത്? ഞങ്ങൾ 2 പേരാണ് ഉള്ളത്, ബാക്കിയുള്ളവരോ അന്യമതത്തിൽപ്പെട്ടവര്. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവരുടെ പ്രാർത്ഥനാ സമയത്ത് എന്നെങ്കിലും ഒരു ഫോൺ ചെയ്യാനായിട്ട് അവര് തയ്യാറായിട്ടുണ്ടോ? ഈ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, അവരുടെ പ്രാർത്ഥനാ സമയത്ത് ഇല്ല. പക്ഷെ പലപ്പോഴും ഈ സമയത്ത് വിളിക്കുന്നു. ഞങ്ങൾ 2 പേരും പ്രാർത്ഥനയിൽ നിന്നൊക്കെ അകന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അനുഗ്രഹം സംഭവിക്കാതെ പോയി. അച്ഛാ, ഞാൻ മാത്രമല്ല പരാജയപ്പെട്ടത്, എൻ്റെ കൂട്ടുകാരിയായ മറ്റേ കുട്ടിയും കൂടി ഇതിനേക്കാൾ വലിയ പരാജയത്തിൽ സങ്കടപ്പെട്ടാണ് ആയിരിക്കുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം പറയുകയാണ്, യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഈ തിന്മ പുറത്തു പോകാനായിട്ട്, ഈശോനാഥൻ പുറത്താക്കുമ്പോൾ പുറത്തു പോകാനായിട്ട് ഞാൻ ജീവിതത്തിൽ അനുവദിക്കണം. ഒരു ഫരിസേയ നീപത്യ മനോഭാവത്തോടു കൂടെ ദൈവവചനത്തെ മറുതലിക്കാനായിട്ട്, പ്രാർത്ഥനയെ മറുതലിക്കാനായിട്ട്,
ദൈവികതയുടെ ശക്തിയിൽ അഭിഷേകത്തിൽ ജീവിക്കേണ്ട വ്യക്തിയായ ഞാൻ ആ അഭിഷേകത്തിൽ ജീവിക്കാതെ എൻ്റെതായ സ്വാർത്ഥതകളിലേക്ക്, എൻ്റെതായ ജീവിത ശൈലികളിലേക്ക് ദൈവത്തോട് മല്ലിട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹവുമാണ് നഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലൂടെ ഞാനും നിങ്ങളും ഒന്നുപോലെ കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെയാണ് തീക്ഷണമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഹൃദയത്തെയും സന്ധിബന്ധങ്ങളെയും മജ്ജയും കീറിമുറിക്കുന്നതുമായ ദൈവവചനം. ദേവാലയം ശുദ്ധീകരിച്ച ഈശോ എൻ്റെ ഹൃദയമാകുന്ന ആലയത്തെ ശുദ്ധീകരിക്കാനായിട്ട്, എൻ്റെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും അനുഗ്രഹവും ഒഴുകിയിറങ്ങാനായിട്ട് എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് നോക്കാനായിട്ട് പറ്റണം. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഞാനൊന്ന് നോക്കാനായിട്ട് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യതയോടുകൂടെ നിർവഹിക്കാനായിട്ട് വചനം ആവശ്യപ്പെടുകയാണ്. തിരുവചനത്തിൽ നോക്കിക്കേ, ഈശോനാഥൻ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച് അവൻ സംസാരിക്കുകയാണ്. പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയാണ്. പിതാവിൻ്റെ ആലയത്തിലെ തിന്മ കണ്ടപ്പോൾ അവൻ അവയ്ക്കെതിരെ പ്രതികരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെയും ഭവനങ്ങളുടെയും നമ്മുടെയൊക്കെ ഇടവകകളുടെയും അനുഗ്രഹത്തിന് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് വിഷമം തോന്നുമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന തോന്നുമോ എന്ന് കരുതിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അനുനിമിഷം ജീവിതത്തിൽ അന്വേഷിക്കുവാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധിക്കണം. ദൈവേഷ്ടത്തെ എൻ്റെ ജീവിതത്തിൽ അന്വേഷിക്കാനായിട്ട്, ദൈവേഷ്ടത്തെ മാത്രം അന്വേഷിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണം. എതിർപ്പുകൾ ഉണ്ടാകാം, മറ്റ് ശബ്ദങ്ങൾ എൻ്റെ മേലുണ്ടാകാം, തിരിച്ചടികളുമായിട്ട് കടന്നു വരുന്നവരുണ്ടാകാം, എന്നെപ്പറ്റി കുറ്റപ്പെടുത്തലുകൾ സംഭവിക്കുന്ന അവസ്ഥയുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏത് പ്രയാസവും പ്രതിസന്ധിയും വന്നാലും അത് തരണം ചെയ്യുന്നത് ഞാനല്ല, മറിച്ച് എന്നെ കൈപിടിച്ച് വഴി നടത്തുന്ന എൻ്റെ ദൈവമാണ്. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ എൻ്റെ ജീവിതത്തിൻ്റെ കടമകളും കർത്തവ്യങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് ജീവിതത്തിൽ നാം തയ്യാറാകണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷണമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തെ അനുനിമിഷം വിശുദ്ധീകരിക്കുവാനായിട്ട്, തമ്പുരാൻ്റെ വാസസ്ഥലമായ എൻ്റെ ഭവനം കൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് ആയിരിക്കാനായിട്ട്, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവികതയുടെ ശക്തിയുടെ അഭിഷേകത്താൽ നിറയപ്പെട്ട് മുന്നേറാനായിട്ട്, അനുനിമിഷം സ്വയം വിശുദ്ധീകരിക്കുവാനായിട്ട്, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ചുറ്റുപാടുകളെ നവീകരിക്കാനായിട്ട് കൃപയും അനുഗ്രഹവും എനിക്ക് നൽകണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.